ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ അന്വേഷണത്തിന്റെ വിവരങ്ങൾ സർക്കാർ നൽകുന്നില്ലെന്ന് നവീൻ ബാബുവിന്റെ കുടുംബം ഹൈക്കോടതിയിൽ. പ്രശാന്തന്റെ പരാതി സംബന്ധിച്ച് മുഖ്യമന്ത്രിക്ക് വിവരാവകാശ അപേക്ഷ നൽകിയിരുന്നു. എന്നാൽ ഇതുവരെ മറുപടി നൽകിയിട്ടില്ല. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാര്യയാണ് ദിവ്യയെ ജയിലിൽ നിന്ന് സ്വീകരിച്ചത്. ഇത്തരം കാര്യങ്ങളൊക്കെ പൊതുജനത്തിനിടയിൽ ആശങ്കയുണ്ടാക്കുന്നുണ്ടെന്നും കുടുംബം കോടതിയിൽ പറഞ്ഞു. പ്രശാന്തന് ജോലിയുള്ള പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തരുതെന്ന് കലക്ടറോട് പറഞ്ഞിരുന്നു. ഈ ആവശ്യം പരിഗണിച്ചില്ലെന്നും കുടുംബം കുറ്റപ്പെടുത്തി. സിജോ വി ജോൺ ചേരുന്നുണ്ട്. സിജോ, നേരത്തെ തന്നെ കുടുംബം ഉന്നയിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, നിരവധി പരാതികളുണ്ട്. അത് കോടതിയെ കൂടി കുടുംബം അറിയിച്ചിരിക്കുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് സർക്കാരിനെതിരെ കോടതിയിൽ കുടുംബം പറയുന്നത്? ഈ നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് അവരുടെ ഭാര്യ മഞ്ജുഷ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. ഈ സർക്കാരിന്റെ അന്വേഷണം, പോലീസിന്റെ അന്വേഷണം കാര്യക്ഷമമായല്ല പ്രവർത്തിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള വിമർശനമാണ് ആദ്യം പറഞ്ഞിരുന്നത്. അത് ഇന്ന് വിശദമായി വാദം കേൾക്കുമ്പോൾ ഈ അന്വേഷണവും അതോടൊപ്പം തന്നെ ഈ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഇവരുടെ അഭിഭാഷകൻ കോടതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് നടന്നിരിക്കുന്നത് ആത്മഹത്യയല്ല, ഒരു കൊലപാതകമാണ് നടന്നിരിക്കുന്നത് എന്നുള്ള ഒരു കാര്യം തന്നെയാണ് പറയുന്നത്. അതിനെ സാധൂകരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇതിൽ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. അതായത് ഒരാള് ആത്മഹത്യ, അതായത് കഴുത്തില്, നവീൻ ബാബുവിന്റെ കഴുത്തിന് ചുറ്റും പാടുകളുണ്ട്. അത്തരത്തിൽ ആത്മഹത്യ കെട്ടിത്തൂക്കുകയാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെ ചുറ്റും പാടുകൾ വരില്ല. ഒരാൾ ബലമായി പുറകിൽ നിന്ന് കയറുപയോഗിച്ച് മുറുക്കി കൊലപ്പെടുത്തിയതാകാം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇത്രയും കഴുത്തിന് ചുറ്റുമുള്ള പാടുകൾ വരികയുള്ളൂ എന്ന് പറയുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ ഉമ്മനീര് ഒലിച്ചിറങ്ങിയതായി കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചിട്ടില്ല. അങ്ങനെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും അതോടൊപ്പം തന്നെ ഈ ഇൻക്വസ്റ്റും റിപ്പോർട്ടും തമ്മിൽ വൈരുദ്ധ്യങ്ങളുണ്ട് എന്നുള്ള കാര്യം ഈ കൊലപാതക സാധ്യത ചൂണ്ടിക്കാണിക്കുന്നുള്ള പോയിന്റുകളായി അവർ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പരിയാരം മെഡിക്കൽ കോളേജിൽ ഇവിടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യരുത് എന്ന് പറഞ്ഞതാണ്. അതിൽ പ്രശാന്തനും അതോടൊപ്പം തന്നെ ഈ ആരോപണ വിധേയ PP ദിവ്യയുടെ ഭർത്താവ് ഈ സ്ഥലത്താണ് ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെ അട്ടിമറിക്കപ്പെട്ടെന്നൊരു സംശയമുണ്ടെന്നുള്ള കാര്യം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത്, ഇതുമായി ബന്ധപ്പെട്ട ഒരു വിവരവും നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ള കാര്യമാണ് ഈ അഭിഭാഷകൻ കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രശാന്തൻ നവീൻ ബാബുവിനെതിരെ പരാതി നൽകിയിരുന്നു. ഈ പരാതി സംബന്ധിച്ച് വിവരാവകാശ നിയമപ്രകാരം വരെ വിവരങ്ങൾ ചോദിച്ചു. പക്ഷെ അത്തരം വിവരങ്ങളൊന്നും കിട്ടുകയും ചെയ്യുന്നില്ല. അങ്ങനെ പല വിവരങ്ങളും മറച്ചു നിൽക്കുന്ന ഒരു സമീപനമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കാണിക്കുകയും ചെയ്യുന്നു. ഇവർ സമൂഹത്തിനുള്ളിൽ പ്രതികളായിട്ടുള്ള ആളുകൾ സമൂഹത്തിൽ ഉന്നത പദവിയിലുള്ള ആളുകളാണ്. ഇവർക്ക് സംരക്ഷണം ലഭിക്കുകയും ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട്. MV ഗോവിന്ദന്റെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാര്യയാണ് ഇവർ ജയിൽ മോചിതയായപ്പോൾ അവിടെ എത്തി സ്വീകരിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് വ്യക്തമാക്കിയത്. എന്തായാലും ഈ CBI അന്വേഷണം വേണം എന്നുള്ള നിലപാടിൽ തന്നെ നവീൻ ബാബുവിന്റെ കുടുംബം ഉറച്ചു നിൽക്കുകയാണ്. ഇനി ഈ വിശദമായ വാദത്തിന് ശേഷം സർക്കാരിന്റെ വാദം കൂടി കേൾക്കും. അതിനുശേഷമായിരിക്കും ഇക്കാര്യത്തിൽ കോടതി ഒരു തീരുമാനമെടുക്കുക. ശരി സിജോ.